പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ വണക്കമാസത്തിൻ്റെ 13-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ 13 ദിവസങ്ങളിൽ ലോകം മുഴുവനിലും വിശുദ്ധ ഔസേപ്പിതാവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന, യേശുക്രിസ്തു വഴി ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വലിയ വാത്സല്യത്തിന് നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. മനുഷ്യരായ നമ്മുടെ എല്ലാം വലിയ ആഗ്രഹമാണ്. എന്താണ്? ദൈവം എന്നെ അധികമായി ഒന്ന് സ്നേഹിക്കണേ, ഈശോയെ എന്നെ അധികമായി സ്നേഹിക്കണ്ടേ, എന്നെ അയോഗ്യതകൾ നോക്കാതെ എന്നെ അധികമായി ഒന്ന് സ്നേഹിക്കണേ. ഔസേപ്പിതാവിനെ അധികമായി സ്നേഹിച്ചതുകൊണ്ട് ഔസേപ്പിതാവിന് എല്ലാം ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അവിടുന്ന് യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൻ്റെ രണ്ടാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനം പറയുകയാണ്, ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളോ നിങ്ങൾ സ്നേഹിക്കല്, സ്നേഹിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിൽ കടന്നു വരികയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. നമുക്ക് ലോകമോ ലോകത്തിലുള്ള വസ്തുക്കൾക്ക് 1-ാം സ്ഥാനം നൽകിയാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിലേക്ക് കടന്നു വരത്തില്ല. ഔസേപ്പിതാവിന് ദൈവത്തിൻ്റെ സ്നേഹം ലഭിക്കാൻ കാരണം ലോകത്തിലുള്ള വസ്തുക്കൾക്കോ അല്ല, തൻ്റെ ജീവിതത്തിന് ദൈവത്തെ മഹത്വപ്പെടുത്തി തൻ്റെ കുടുംബത്തെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയപ്പോൾ ദൈവത്തിൻ്റെ സ്വർഗത്തിലെ സ്നേഹം വിശുദ്ധ ഔസേപ്പിതാവിന് കിട്ടാനായിട്ട് സാധിച്ചു. അതാണ് തിരുക്കുടുംബമായി മാറുന്നത്. ഈ തിരുക്കുടുംബമായി മാറാൻ വേണ്ടിയാണ് എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത്. ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ എനിക്ക് ലോകത്തിലെ വസ്തുക്കളെ വിട്ടുപേക്ഷിച്ച് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വളരുവാനുള്ള വൻ കൃപ വിശുദ്ധ ഔസേപ്പിതാവ് വഴി ഞങ്ങൾക്ക് യേശുക്രിസ്തുവിലൂടെ ലഭിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.